മജ്ലിസ് പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി ഫിഖ്ഹ് 5ാം പാഠത്തിലെ MCQ ടൈപ്പിലുള്ള 21 ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്നതാണ് ഈ വീഡിയോ. 1. മയ്യത്ത് സ്ത്രീയുടേതാണെങ്കിൽ കഫൻ ചെയ്യുന്നതിന് എത്ര തുണികൾ വേണം? 5, 4, 3, 6. ഉത്തരം എ 5. 5 തുണികളാണ് സ്ത്രീക്ക് കഫൻ ചെയ്യാൻ വേണ്ടത്. 2. മയ്യത്ത് നമസ്കാരത്തിൻ്റെ തക്ബീറുകളുടെ എണ്ണം എത്ര? 3, 5, 4, 7. ഉത്തരം സി 4. മയ്യത്ത് നമസ്കാരത്തിന് 4 തക്ബീറുകളാണ് ഉള്ളത്. 3. താഴെ കൊടുത്തവയിൽ രോഗിയെ സന്ദർശിക്കുമ്പോൾ പറയേണ്ടത് എന്ത്? ലാ ബഹ്സ തുഹൂറൻ ഇൻഷാ അല്ലാഹ്, ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ, ജസാക്കല്ലാഹു ഖൈറ, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു. ഉത്തരം എ ലാ ബഅസ തുഹൂറൻ ഇൻഷാ അല്ലാഹ്. 4. മയ്യത്ത് നമസ്കാരത്തിൽ 2ാമത്തെ തക്ബീറിൽ എന്താണ് ചൊല്ലേണ്ടത്? മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, ഫാത്തിഹ, നബിയുടെ പേരിൽ സ്വലാത്ത്, സൂറത്ത്. സി നബിയുടെ പേരിൽ സ്വലാത്ത്. 2ാമത്തെ തക്ബീറിന് ശേഷം നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. 5. മരണാസന്നമായ രോഗിക്ക് ഓതിക്കൊടുക്കേണ്ട സൂറത്ത് ഏത്? യാസീൻ, അൽ കഹഫ്, അൽ ബഖറ, അൽ ഫാത്തിഹ. ഉത്തരം എ യാസീൻ. യാസീനാണ് മരണമാസന്നമായ രോഗിക്ക് ഓതിക്കൊടുക്കേണ്ടത്. 6. അക്സിറു ദിക്റ ഹാദിമുൽ ലദ്ദാത്ത്. ഈ ഹദീസിൽ സൂചിപ്പിക്കുന്ന കാര്യമുണ്ട്. നമസ്കാരം, മരണം, ദിക്ർ, സകാത്ത്. ഉത്തരം ബി മരണം. മരണത്തെക്കുറിച്ചാണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത്. 7. സാമൂഹിക ബാധ്യതക്ക് പറയുന്നത് ഫർള്, സുന്നത്ത്, ഫർള് കിഫായ, ഫർള് ഐൻ. ഉത്തരം സി ഫർള് കിഫായ. ഫർള് കിഫായ എന്നാണ് സാമൂഹിക ബാധ്യതക്ക് പറയുക. 8. മയ്യത്ത് സംസ്കരണത്തിൽ പെടാത്തതാണ് യാസീൻ ഓതൽ, മയ്യത്ത് കുളിപ്പിക്കൽ, കഫൻ ചെയ്യൽ, മയ്യത്ത് നമസ്കാരം. ഉത്തരം എ യാസീൻ ഓതൽ. യാസീൻ ഓതൽ മയ്യത്ത് സംസ്കരണത്തിൽ പെടാത്തതാണ്. 9. കഫൻ പുടവ വെള്ളയാവൽ ഫർള്, വാജിബ്, സുന്നത്ത്, ജായിസ്. ഉത്തരം സി സുന്നത്ത്. കഫൻ പുടവ വെള്ളയാവൽ സുന്നത്താണ്. 10. തെറ്റായ കാര്യമേത്? മയ്യത്തിൻ്റെ നഖങ്ങൾ മുറിക്കാം, മരണാസന്നമായ രോഗിക്ക് സൂറ യാസീൻ ഓതിക്കൊടുക്കുക, മയ്യത്ത് കുളിപ്പിക്കാൻ വെള്ളം കിട്ടിയില്ലെങ്കിൽ തയമ്മും ചെയ്യാം, രോഗശമനത്തിനായി പ്രാർത്ഥിക്കുന്നത് മുസ്ലിങ്ങൾ തമ്മിലുള്ള ബാധ്യതയിൽപ്പെട്ടതാണ്. ഉത്തരം മയ്യത്തിൻ്റെ നഖങ്ങൾ മുറിക്കാം എന്നത് തെറ്റായ കാര്യമാണ്. 11. രോഗിക്ക് പാടില്ലാത്തത് പ്രാർത്ഥന, ക്ഷമ, ചികിത്സ, നിരാശ. ഉത്തരം ഡി നിരാശ. രോഗിക്ക് നിരാശ പാടില്ല. 12
മൻ ഫറജ അൻ മുസ്ലിമിൻ കുർബത്തൻ മിൻ കുറബി ദുനിയ ഫറജ അല്ലാഹു അൻഹു കുർബത്തൻ മിൻ കുറബി യൗമിൽ ഖിയാമ എന്ന ഹദീസിലെ വാഗ്ദാനമെന്ത്? അറിവ് നൽകും, സമ്പത്ത് നൽകും, കാരുണ്യം നൽകും, പരലോകത്തിലെ പ്രയാസങ്ങൾ പരിഹരിക്കും. ഉത്തരം ഡി, പരലോകത്തിലെ പ്രയാസങ്ങൾ പരിഹരിക്കും. 13. മരണവാർത്ത കേട്ടാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയലാണ് തസ്ബീത്ത്, തർത്തീൽ, ഇസ്തിർജാ, ഇസ്തിഗ്ഫാർ. ഉത്തരം സി, ഇസ്തിർജാ. ഇസ്തിർജാ എന്നാണ് മരണവാർത്ത കേട്ടാൽ പറയുന്നത്. 14. അന്യ സ്ത്രീകൾ മാത്രമുള്ളിടത്ത് പുരുഷൻ മരണപ്പെട്ടാൽ എന്ത് ചെയ്യണം? വുളു ചെയ്യണം, തയമ്മും ചെയ്യണം, കുളിപ്പിക്കണം, കുളിപ്പിക്കേണ്ടതില്ല. ഉത്തരം ബി, തയമ്മും ചെയ്യണം. അന്യ സ്ത്രീകൾ മാത്രമുള്ളിടത്ത് പുരുഷൻ മരണപ്പെട്ടാൽ തയമ്മും ചെയ്യണം. 15. കഫൻ ചെയ്യുമ്പോൾ സുഗന്ധദ്രവ്യങ്ങൾ പൂശൽ ഫർള്, സുന്നത്ത്, വാജിബ്, ഫർള് ഐൻ. ഉത്തരം ബി, സുന്നത്ത്. സുന്നത്താണ് കഫൻ ചെയ്യുമ്പോൾ സുഗന്ധദ്രവ്യങ്ങൾ പൂശൽ. 16. മയ്യത്ത് പുരുഷൻ്റേതാണെങ്കിൽ എത്ര തുണിയാണ് വേണ്ടത്? 5, 3, 7, 1. ഉത്തരം ബി, 3 തുണികളാണ് പുരുഷൻ്റേതെങ്കിൽ ആവശ്യമുള്ളത്. 17. കുളിപ്പിച്ച മയ്യത്തിനെ മുഴുവനായി മൂടുന്നതിന് പറയുന്നത് കഫൻ ചെയ്യൽ, തയമ്മും, ഇസ്തിർജാ, കിഫായ. ഉത്തരം എ, കഫം ചെയ്യൽ. കഫം ചെയ്യൽ എന്നാണ് മയ്യത്ത് മൂടുന്നതിന് പറയുന്നത്. 18. മയ്യത്ത് നമസ്കാരത്തിൽ ഫാത്തിഹ ഓതേണ്ടത് എപ്പോൾ? 1-ാമത്തെ തക്ബീറിന് ശേഷം, 2-ാമത്തെ തക്ബീറിന് ശേഷം, 3-ാമത്തെ തക്ബീറിന് ശേഷം, 4-ാമത്തെ തക്ബീറിന് ശേഷം. ഉത്തരം 1-ാമത്തെ തക്ബീറിന് ശേഷമാണ് ഫാത്തിഹ ഓതേണ്ടത്. 19. മയ്യത്ത് നമസ്കാരത്തിൻ്റെ റുക്കുനുകളിൽ അവസാനത്തേത് ഏത്? സലാം വീട്ടൽ, തർത്തീബ്, സ്വലാത്ത്, നിയ്യത്ത്. ഉത്തരം ബി, തർത്തീബ്. തർത്തീബാണ് മയ്യത്ത് നമസ്കാരത്തിൻ്റെ റുക്കുനുകളിൽ അവസാനത്തേത്. 20. കുളിപ്പിക്കുകയോ നമസ്കരിക്കുകയോ വേണ്ടതില്ലാത്ത മയ്യത്ത് ഏതാണ്? കുട്ടിയുടെ, സ്ത്രീയുടെ, രോഗിയുടെ, ഷഹീദിൻ്റെ. ഉത്തരം ഡി, ഷഹീദിൻ്റെ. ഷഹീദിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുകയോ നമസ്കരിക്കുകയോ വേണ്ടതില്ല. 21. 4 മാസം പൂർത്തിയായ ശേഷം ഗർഭത്തിൽ വെച്ച് ജീവൻ നഷ്ടപ്പെട്ട പൂർണ്ണ രൂപത്തിലുള്ള കുഞ്ഞിൻ്റെ കാര്യത്തിൽ ശരിയായ കാര്യമേത്? കഫൻ ചെയ്യാതെ മറവ് ചെയ്യണം, കഫൻ ചെയ്ത് മറവ് ചെയ്യണം, മയ്യത്ത് നമസ്കരിക്കണം, കുളിപ്പിക്കാതെ മറവ് ചെയ്യണം. ഉത്തരം ബി, കഫൻ ചെയ്ത് മറവ് ചെയ്യണം.